ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹയർച്ചിൻ്റെ ഏവരും 2 മാസത്തോളം കാത്തിരുന്ന ദിവസമായിരുന്നു ഇന്ന്. എന്തായാലും ഇന്ന് ഇവരുടെ പ്രഗത്ഭനായ വക്കീൽ വീണ്ടും പറയുന്നു, പ്രഗത്ഭനായ വക്കീൽ വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചത്. കേസ് നമ്പർ 18 ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ കമ്പനി സിഇഒക്ക് അത് ഒന്നാമത്തെ കേസാണ്. ഒന്നാമത്തെ കേസായതുകൊണ്ട് അത് അധികം സമയം കിട്ടിയിട്ടില്ല എന്നാണ് അവർ കള്ളം പ്രചരിപ്പിക്കുന്നത്. 18ാമത്തെ കേസായിരുന്നു. 10:55 കൂടിയാണ് ഈ കേസ് ഇന്ന് എടുത്തിരുന്നത്. ആദ്യം തന്നെ ഇവർ കേസ് ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് നീട്ടിവെച്ചു എന്നുള്ള ആ ഒരു പേര് ഒഴിവാക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ, ഇന്നത്തേക്ക് വേറൊരു സമയത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ ജഡ്ജി പറഞ്ഞു അങ്ങനെ മാറ്റിവെക്കാനൊന്നും സമയമില്ല, എന്നിട്ടായിട്ടാണ് ഇപ്പോൾ വാദിക്കുന്നുണ്ടെങ്കിൽ വാദിക്കാം. അന്നേരം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വെക്കേഷന് ശേഷം ഡേറ്റ് തരുമോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയും അങ്ങനെ വെക്കേഷന് ശേഷം ഡേറ്റ് തരാമെന്ന് ജഡ്ജി സമ്മതിക്കുവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനെയൊക്കെ വളരെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇവർ ഗ്രൂപ്പിലൂടെ ലീഡർമാരും സിഇഒയും എല്ലാം തന്നെ പ്രചരിപ്പിക്കുന്നത്. വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആകെ 36ഓളം പേര് മാത്രമാണ് 16 ലക്ഷം 1,80,00,000 എന്നൊക്കെ പാടിപ്പുകത്തുന്ന ആൾക്കാർ, വെറും 36 ആൾക്കാർ മാത്രമാണ് ലൈവായി ഈ കോടതി നടപടികൾ വീക്ഷിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എല്ലാവർക്കും തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമ്മളെയൊക്കെ കടിച്ചു കീറാൻ വന്നിരുന്ന ആൾക്കാർ പോലും ഈ കമ്പനിക്ക് യാതൊരു കുന്തവുമില്ല, പ്രൊജക്റ്റുമില്ല, പ്രൊഡക്റ്റുമില്ല, ഒന്നുമില്ല. ആൾക്കാരുടെ പണം വാങ്ങി വീതിച്ച് നൽകുന്ന മണി ചെയിൻ മാത്രമാണ് ഈ കമ്പനി ചെയ്തതെന്ന് ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്ന കാഴ്ചയാണ് എല്ലായിടത്തും എല്ലാ ഗ്രൂപ്പുകളിലും കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വെക്കേഷന് ശേഷം എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഒക്ടോബർ, 2 മാസം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തിന് ശേഷമുള്ള ഒരു ഡേറ്റിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ 7-ാം തീയതിയാണ് ഈ കമ്പനിക്ക് കളക്ടർ നടപടിയെടുക്കുന്നത്. നവംബർ 21-ാം തീയതിയാണ് കോമ്പറ്റൻ്റ് അതോറിറ്റി നടപടിയെടുത്തിരുന്നത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് കമ്പനിയുടെ അക്കൗണ്ടുകൾ ലോക്കായിരുന്നത് ഡിസംബർ 7 അപ്പോൾ ഡിസംബർ 7 വെറും 1-2 സിറ്റിങ്ങുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്കെതിരെയും കമ്പനി നീങ്ങും എന്ന് നിങ്ങൾ ഓർക്കുക. വെറും 239 പണം മാത്രമേ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കള്ള ആൾക്കാരാണ്, അവരൊന്നും ഈ 3 വർഷം ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, നമുക്കറിയാം കമ്പനിയുടെ സിഇഒയൊക്കെ വീട്ടമ്മയാണ് എന്ന്. വെറും വീട്ടമ്മയാണ്, ഇവർക്ക് യാതൊന്നും അറിയില്ല. ഈ കള്ളക്കേസ് തട്ടിപ്പ് ജയിച്ചു നടത്തിയത് പ്രതാപൻ ഒറ്റക്കാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്ഭുതത്തോടുകൂടി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 3 വർഷമായി കാത്തുകുത്തിരിക്കുന്നവരെ കള്ള ക്ലെയിമുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവർ ആരാണ്, ഇവരൊന്നും നമുക്കറിയുക പോലുമില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് 3 വർഷത്തിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ പോയി മൊഴി നൽകുകയോ അല്ലെങ്കിൽ അടുത്തുള്ള കളക്ട്രേറ്റിൽ പോയി ക്ലെയിം കൊടുക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കാർക്കും പണം കിട്ടാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. നിങ്ങൾ ഇതുപോലെ തന്നെ പല തട്ടിപ്പുകളും നടത്തി രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഇതിൽ കുടുങ്ങണം. എന്നാൽ മാത്രമേ നിങ്ങൾ അടുത്ത തട്ടിപ്പിൽ ചേരാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഒരു പാഠം എന്ന രീതിയിൽ നിങ്ങൾക്ക് 5 പൈസ തിരിച്ച് കിട്ടാൻ പാടില്ല. നിങ്ങളിട്ട എല്ലാ പണവും പോകണം എന്ന് തന്നെയാണ് ഇതുവരെ ഇനി ക്ലെയിം കൊടുക്കാത്ത ആൾക്കാരോട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും
കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുന്നു. നിരവധി ആൾക്കാർ പരാതിയുമായിട്ടും 17-ാം തീയതിക്ക് ശേഷം പ്രളയം എന്ന രീതിയിലുള്ള ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 17-ാം തീയതിക്ക് ശേഷം എന്ന് പറയുന്നത് ഇനിയിപ്പം അതിൻ്റെ പേര് മാറ്റി ഒക്ടോബർ 18 ശേഷം എന്നാക്കുമോ, അല്ലെങ്കിൽ നടപടികളിലേക്ക് മുന്നോട്ടുള്ള നടപടി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പിന്നോട്ട് വലിപ്പിച്ചതുപോലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളും എങ്ങനെയെങ്കിലും കേസ് വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ടുള്ള കോടാലി കൊടുക്കുന്ന പരിപാടിയും കേസ് വലിച്ചു നീട്ടാൻ വേണ്ടി കമ്പനിയെ സഹായിച്ചവരുമായി മാറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുന്നോട്ടുള്ള നടപടികളെന്ന് പേരിട്ടിട്ട് പിന്നോട്ട് വലിപ്പിക്കുകയും കമ്പനിയെ സഹായിച്ച് അവർക്ക് രക്ഷപ്പെടാനുള്ള, അവർക്ക് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തവരായിരുന്നു അങ്ങനെ പേരിട്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ വേറെ ഒരു കൂട്ടർ ഇപ്പോൾ 17-ാം തീയതിക്ക് ശേഷം ഉള്ള നടപടി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അവർക്ക് ആ പേര് മാറ്റിയിട്ട് ഒക്ടോബർ 18 ശേഷം ഉള്ള നടപടിക്ക് ഒരുങ്ങുന്നവർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാലും നമ്മുടെ ലീഡർമാരൊക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഒന്നിച്ച് നിൽക്കണം. നമ്മുടെ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ 5 ലക്ഷത്തിന് 55 ലക്ഷവും 10,000-ന് 30,000 ഒക്കെ കിട്ടും. കമ്പനി തിരിച്ചു വന്നാൽ മാത്രമേ അങ്ങനെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടതിൻ്റെ ബാക്കി മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ മാക്സിമം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലീഡർമാർ കൊണ്ടുപോയ പണം തിരികെ കൊടുക്കാതെ ആർക്കും തന്നെ ഇട്ട പൈസ എല്ലാം തന്നെ കിട്ടാനുള്ള സാഹചര്യം ഇവിടെയില്ല. ലീഡർമാർ ഇതിൻ്റെ നടുക്കണ്ടം തിന്നുപോയിട്ടുണ്ട്. ആ നടുക്കണ്ടം തിരികെ കൊടുക്കാതെ ആർക്കും തന്നെ ഇട്ട പൈസ പോലും കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വലിയ വലിയ നിക്ഷേപം സ്വീകരിച്ചവരൊക്കെ കലക്ടറേറ്റിൽ പോയിട്ടും മറ്റ് ക്ലെയിം പെറ്റീഷനൊക്കെ ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നിരവധി ആൾക്കാർ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ ഗതി ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് മനസ്സിലായപ്പോൾ നിരവധി ആൾക്കാർ FIR ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ 2 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ മുന്നോട്ട് വന്ന് FIR ഇടാനും ക്ലെയിം പെറ്റീഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അവരൊക്കെ പണ്ട് നാണക്കേട് ഭയന്നും ഒക്കെ ആയിരുന്നു മടിച്ചു നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഇട്ടാൽ മാത്രമേ എന്നെങ്കിലും പണം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ. അപ്പോൾ എന്തായാലും ആർക്കാണോ നിങ്ങളിട്ടതിൻ്റെ കുറച്ചെങ്കിലും തുക ആവശ്യമുള്ളത് അവർ നിർബന്ധമായും FIRഉം ക്ലെയിം പെറ്റീഷനും നിങ്ങളുടെ ജില്ലാ ക്രൈം ബ്രാഞ്ചിൽ അന്വേഷിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി മൊഴി നൽകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഒന്നും തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാനില്ല. ഇനിയുള്ള കേസിൻ്റെ വിധിയോ അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിൻ്റെ ചാർജ് ഷീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പങ്കുവെച്ചത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം കിട്ടട്ടെ. പിന്നെ തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടവരുടെയൊക്കെ ഗതി അധോഗതി എന്ന് തന്നെ പറയാനുള്ളൂ. അവർക്കെതിരെയൊക്കെ കേസ് വരും. അതൊക്കെ അവരുടെയൊക്കെ ലീഡർമാർക്കെതിരെയൊക്കെ കേസ് കൊടുക്കണമെന്നാണ് പണം പോയവർ പറയുന്നത്. അങ്ങനെ അവർ സൂക്ഷിച്ച് ജീവിക്കേണ്ട എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈ.